ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 ഇപ്പൊ പുതിയതായിട്ട് പുറത്തിറങ്ങിയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന മലയാള മൂവിനെ കുറിച്ചിട്ടാണ്. ടൊവിനോ പ്രധാന വേഷം ചെയ്യുന്ന ഈ മൂവി ഒരുപാട് ആൾക്കാര് കാത്തിരുന്ന ഒരു മൂവിയാണ്. 2024 വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്നറിയപ്പെടുന്ന ഈ ഒരു മൂവിന്റെ കഥ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പോലീസുകാരന് ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അദ്ദേഹം തെളിയിക്കുന്നതെന്ന് വളരെ വ്യക്തമാക്കി കാട്ടിത്തരുന്ന ഒരു മൂവിയായിരുന്നു ഇത്. അപ്പൊ ഇനി പറഞ്ഞധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗില് ജില്ലാ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് സസ്പെൻഷനിലായിരിക്കുന്ന നമ്മുടെ നായകനായ ആനന്ദ് നാരായണൻ എന്ന് പറയുന്ന SI എത്തുന്നതാണ്. അങ്ങനെ ഇപ്പൊ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ നായകനെ നോക്കി ഈ സമയത്ത് അവിടെയുള്ള രണ്ടാൾക്കാർ സംസാരിക്കുവാണ്. ആ ലവ്ലി കേസ് അന്വേഷിച്ച SI ഇയാളാണ്. ഇയാളുടെ ഓരോ എടുത്തുചാട്ടം കാരണം ഇപ്പൊ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ്. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എടുത്തുചാട്ടുന്നതിന് മുമ്പ് ഇയാളുടെ മുഖം ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കുന്നു. ഈ സമയം അവിടെ ഇരിക്കുന്ന പോലീസുകാരനോട് കൂടെ ഇരിക്കുന്ന വ്യക്തി പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നായകനെ കണ്ട് ആ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിരുന്ന പ്രശാന്ത് നായകന്റെ അടുത്ത് വന്ന് സംസാരിക്കുവാണ്. ഇപ്പൊ സാറിന് സുഖമാണോന്നൊക്കെ ആ കോൺസ്റ്റബിൾ നായകനോട് ചോദിക്കുന്നു. 8 മാസങ്ങൾക്ക് മുമ്പ് സാറിന്റെ അച്ഛന്റെ കൂടെ ഇവിടേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാറ് വന്നത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, സാറിന്റെ പുതിയ പോസ്റ്റിംഗ് എവിടേക്കാ? അതറിയത്തില്ലടോ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ SP വിളിച്ചുകൊണ്ട് വന്നതാണ്. ബാക്കിയൊക്കെ ഇനി സാറിനെ കണ്ടാലേ അറിയത്തുള്ളൂ. ഇങ്ങനെല്ലാം പറഞ്ഞ് നായകൻ വീണ്ടും SP വിളിക്കുന്നതും കാത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ സമയത്താണ് നമ്മുടെ നായകൻ എങ്ങനെയാണ് സസ്പെൻഷൻ കിട്ടിയെന്നുള്ള കാര്യം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത്. പോലീസുകാരനായ നാരായണപിള്ളയുടെ മകനായിരുന്നു നായകൻ. അച്ഛനെ പോലെ തന്നെ നല്ലൊരു പോലീസുകാരനാവാനായിരുന്നു നായകന്റെ ആഗ്രഹം. അങ്ങനെ നായകൻ പഠിച്ചു വളർന്ന് തന്റെ അച്ഛനെ പോലെ ഒരു പോലീസുകാരനാവുകയാണ്, ഒരു SI ആവുകയാണ്. അങ്ങനെ ഇപ്പൊ തൊട്ടു മുമ്പ് കോൺസ്റ്റബിൾ പറഞ്ഞ പോലെ അച്ഛന്റെ കൂടെ ജില്ലാ സൂപ്രണ്ടിന്റെ ഓഫീസിൽ വന്ന് നായകൻ ജോലിയിൽ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് അവിടെ അടുത്തുള്ള സ്റ്റേഷനിൽ SI ആയി നായകന് പോസ്റ്റിംഗും കിട്ടുവാണ്. അങ്ങനെ ഇപ്പൊ അവിടെ എത്തി നമ്മുടെ നായകൻ ഒരു സിൻസിയർ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ ആ സ്റ്റേഷനിലെ നായകന് വളരെ എളുപ്പമുള്ള ഒരു 3 കോൺസ്റ്റബിൾസിനെ കൂടെ കിട്ടുവാണ്. സേനൻ, കബീർ, ഹസൻ ഇവരായിരുന്നു ആ 3 പേര്. നായകൻ തന്റെ ജോബില് 100% സത്യസന്ധത പുലർത്തിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ നായകന്റെ സീനിയേഴ്സിനൊന്നും നായകനെ വെല്ലുവിടുത്തില്ലായിരുന്നു. വളരെ നന്നായിട്ട് ആൾക്കാരോട് പെരുമാറുവും അടിപൊളിയായിട്ട് തന്റെ ജോലിയെല്ലാം ചെയ്യുന്നോണ്ടും നായകൻ നാടിന്റെ നല്ലൊരു പേര് നിലയെല്ലാം ഉണ്ടാവുകയാണ്. ഇത് നായകന്റെ സീനിയർ ഉദ്യോഗസ്ഥർക്കൊന്നും ഇഷ്ടാവുന്നില്ല. അങ്ങനെ ഒരു ദിവസം നായകന്റെ സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസുമായിട്ട് അവളുടെ അച്ഛൻ എത്തുവാണ്. കോളേജിൽ പഠിക്കുന്ന ലവ്ലി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളെ കാണാനില്ല. അതായിരുന്നു കേസ്. കോളേജിൽ എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ് കുട്ടി. പിന്നെ തിരിച്ചെത്തിയിട്ടില്ല. ഗവൺമെന്റ് കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് ലവ്ലി. മാത്തൻ എന്ന് പറയുന്ന ഇയാളുടെ 3 മക്കളിലെ രണ്ടാമത്തവളാണ് ഈ മിസ്സിംഗ് ആയ പെൺകുട്ടി. വാർഡ് മെമ്പറിനെയും കൂട്ടിക്കൊണ്ടാണ് ഈ പരാതി കൊടുക്കാൻ വേണ്ടി മാത്തൻ ഇപ്പൊ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോയ കുട്ടി ഈവനിംഗ് ആയിട്ടും തിരിച്ചു വരാത്തപ്പോൾ അവളുടെ അച്ഛനായ മാത്തൻ അവള് പോകാൻ ചാൻസ് ഉള്ള എല്ലായിടത്തും പോയി അന്വേഷിച്ചു, എന്നാൽ കണ്ടു കിട്ടിയില്ല. അങ്ങനെ ഇത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഈ കേസ് ഏറ്റെടുത്ത് നായകൻ അന്വേഷണം തുടങ്ങുവാണ്. അങ്ങനെ അവരെയും ജീപ്പിൽ കയറ്റി കേസ് അന്വേഷിക്കാൻ വേണ്ടി മാത്തന്റെ വീടിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ജീപ്പിലിരുന്നുകൊണ്ട് മാത്തൻ നായകനോട് പറയുവാണ്, ലവ്ലി എന്ന് പറയുന്ന പെൺകുട്ടി ഹോൾ ടിക്കറ്റും വാങ്ങി തിരിച്ച് അവരുടെ സ്ഥലത്തിലെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്നത് അവിടെ കുമ്മട്ടിക്കട നടത്തുന്ന കുഞ്ഞാപ്പി ചേട്ടൻ കണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആ കാര്യം കുഞ്ഞാപ്പി ചേട്ടൻ എന്നോട് പറഞ്ഞു. ഇത് കേട്ട നായകൻ അങ്ങനെയാണെങ്കിൽ നേരെ അയാളുടെ അടുത്ത് പോയി അന്വേഷിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ആ കുമ്മട്ടിക്കടയിലേക്ക് എത്തുവാണ്. എന്നിട്ട് കുഞ്ഞാപ്പി ചേട്ടനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഇന്നലെ ആ മോളി ഇവിടെ വന്ന് ബസ് ഇറങ്ങി, ഇന്നത്തെ കോളേജ് നേരത്തെ കഴിഞ്ഞെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇന്ന് ക്ലാസ്സിലായിരുന്നു, ഹോൾ ടിക്കറ്റ് വാങ്ങാൻ പോയതാണെന്നും പറഞ്ഞ് ആ പെൺകുട്ടി നേരെ വീട്ടിലേക്ക് നടക്കുകയും ചെയ്തു. ഈ സമയം അവിടെ അടുത്ത കോളേജിൽ പഠിക്കുന്ന 2 ചെറുക്കന്മാര് സിഗരറ്റ് വാങ്ങാൻ വേണ്ടി കുമ്മട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളെ കണ്ടത് അവന്മാർ 2 പേരും അവള് നടന്നു പോകുന്നതിന് പുറകെ അവളെ ഫോളോ ചെയ്ത് പോകുന്നതായിട്ടും ഇയാൾ കണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ കാര്യം കൂടെ അയാൾ പറയുന്ന സമയം നായകൻ അവരെ ഡൗട്ട് ആവുകയാണ്. അങ്ങനെ ആ പയ്യന്മാരേതാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്ത കോളേജിൽ പഠിക്കുന്ന പയ്യന്മാരാണ് അവര്. ഈ വഴിക്ക് പോയാൽ ഇവിടുന്ന് ഒരു കുറച്ചു ദൂരം മാറി ഒരു വാടക വീടുണ്ട്, അവിടെയാണ് അവന്മാരുടെ താമസം. ഇത് കേൾക്കുന്ന വാർഡ് മെമ്പർ ഈ സമയത്ത് പറയാണ്, അവന്മാരാണോ? അവന്മാര് മഹാപ്രശ്നക്കാരാണ്, ഇതുവരെ സ്ത്രീകളെ ശല്യപ്പെടുത്തിയെന്നും പറഞ്ഞ് അവന്മാർക്കെതിരെ പല കംപ്ലൈന്റും വന്നിട്ടുണ്ടെന്ന്. ഇതെല്ലാം കേട്ട നമ്മുടെ നായകനാണെങ്കിൽ ലവ്ലി അവിടെ വന്ന് ബസ് ഇറങ്ങിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നു. ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന അവളെ അവന്മാർ 2 പേരോട് ഫോളോ ചെയ്ത് അവരുടെ ആ വാടക വീടിന് മുമ്പിൽ എത്തിയപ്പോ അകത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. അത്രയും കാര്യങ്ങൾ വരെ നായകന് കണക്ട് ആയി. അതിനുശേഷം നമ്മുടെ നായകനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് എത്തി അവിടെയുള്ള ചെറുക്കന്മാരെല്ലാം പിടിച്ചു വലിച്ചു പുറത്തിറക്കുന്നു. എന്നിട്ട് കുഞ്ഞാപ്പി ചേട്ടനോട് ലവ്ലിയെ ഫോളോ ചെയ്ത് ആരൊക്കെയാണെന്ന് ചോദിക്കുവാണ്. അപ്പൊ അയാളെ 2 പേരെ കാട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം അവന്മാര് 2 പേരെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് വേണ്ട രീതിയിൽ നായകൻ അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പൊ ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോയ ലവ്ലിനെ നിങ്ങൾ നിങ്ങളുടെ വീടിന് മുമ്പിൽ എത്തിയപ്പോ തടഞ്ഞു, എന്നിട്ട് അവളുടെ കയ്യിൽ കടന്നു പിടിച്ച് വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടു പോകാൻ നിങ്ങൾ ശ്രമിച്ചു. അതിനുശേഷം നടന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് കേൾക്കുന്ന പയ്യന്മാര് പറയാണ്, സാറ് പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പ് മുതൽ ഞങ്ങൾ അവളെ ഫോളോ ചെയ്തു. ഞങ്ങളുടെ വാടക വീടിന് മുമ്പിൽ എത്തിയപ്പോ അകത്തേക്ക് വരാൻ പറഞ്ഞ് ഞങ്ങൾ അവളെ കയ്യിലും കയറി പിടിച്ചു. എന്നാൽ അപ്പോഴേക്കും അവിടെ മീൻ വിൽക്കുന്ന ബേബി എന്ന് പറയുന്ന ചേട്ടൻ അവിടേക്ക് വന്നോണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് വിട്ടു. ആ സമയം കൊണ്ട് അവളാണെങ്കിൽ അവിടെ നടന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഈ പയ്യന്മാര് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട നമ്മുടെ നായകൻ കൂടെയുള്ള കോൺസ്റ്റബിൾസിനോട് ഇവര് പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ആ മീൻ വിൽക്കുന്ന ബേബി എന്ന് പറയുന്ന ആളുടെ മൊഴിയും കൂടി എടുക്കണമെന്ന് പറയുകയാണ്. അതുപോലെ നായകൻ ഇപ്പൊ കൂടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്, ഇതിപ്പോ സാധാരണ ഒരു മിസ്സിംഗ് കേസല്ല. ബസ്സിറങ്ങിയ കുട്ടി വീട്ടിലേക്ക് നടന്നപ്പോഴാണ് അവളെ കാണാതായിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും അവൾക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് സീനിയർ ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിക്കണം. അങ്ങനെ നമ്മുടെ നായകൻ അവന്റെ സീനിയർ ഉദ്യോഗസ്ഥനായ CA അറിയിക്കുകയാണ് ഈ കാര്യങ്ങൾ. അടുത്ത സീനിൽ നായകൻ ലവ്ലിന്റെ വീട്ടിലേക്ക് എത്തി അവളുടെ മുറിയെല്ലാം പരിശോധിക്കുന്നു. അവളുടെ മുറി ചെക്ക് ചെയ്യുമ്പോൾ നായകന് മനസ്സിലാവുന്നുണ്ട് അവള് ഭയങ്കര ദൈവവിശ്വാസിയാണെന്ന്. അതിനുശേഷം പോലീസുകാരുടെ നേതൃത്വത്തില് ആ നാട് മുഴുവൻ നാട്ടുകാര് ലവ്ലിനെ അന്വേഷിക്കുകയാണ്. അടുത്ത സീനിൽ ലവ്ലിന്റെ വീട്ടില് ഒരു വനിതാ പോലീസുകാരിനെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ലവ്ലിന്റെ അമ്മേനെ സഹോദരിമാരെയും ചോദ്യം ചെയ്യിപ്പിക്കുന്നു.
ഈ സമയം ലൗലിന്റെ അമ്മ പറയുന്നുണ്ട് നാട്ടിൽ അവൾക്ക് അങ്ങനെ വലിയ കൂട്ടുകാരികളൊന്നുമില്ല. അവൾ കൂടുതലും അറ്റാച്ച്ഡ് ആയിരുന്നത് അവളുടെ ഈ സഹോദരിമാരോടാണ്. അവളുടെ മൂത്ത ചേച്ചി ബ്ലസ്സി ബാംഗ്ലൂരിൽ നഴ്സിംഗിന് പഠിക്കാൻ പോയതിനു ശേഷം അവള് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്നത് അവളുടെ ഇളയ അനിയത്തിയോടായിരുന്നു. ഈ സമയം അവളുടെ ഇളയ അനിയത്തി പറയുന്നുണ്ട് ചേച്ചിക്ക് ഇവിടെ അടുത്ത ആശ്രമമുള്ള തോമസ് അച്ഛനെ വലിയ കാര്യമായിരുന്നുവെന്ന്. ഹോൾ ടിക്കറ്റ് കിട്ടിയ അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുത്ത് പ്രാർത്ഥിപ്പിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നുവെന്ന്. ഇത് കേട്ട് നമ്മുടെ നായകൻ മാത്തനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ആശ്രമത്തിനെ പറ്റിയും അവിടുത്തെ അച്ഛനെ പറ്റിയും ചോദിക്കുന്നു. അവിടെ അടുത്ത് സന്യാസി അച്ഛന്മാര് താമസിക്കുന്ന ബദനി എന്ന് പറയുന്ന ഒരു ആശ്രമമായിരുന്നു അത്. കുറെ കൊല്ലം മുമ്പ് വരെ അവിടെ 2-3 അച്ഛന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അവിടെ തോമസ് അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേട്ട നമ്മുടെ നായകൻ ഹെഡ് കോൺസ്റ്റബിൾ ആയ ഉതുപ്പിനോട് നമുക്ക് അവിടെ വരെ പോയി ഒന്ന് അന്വേഷിക്കാന്ന് പറയുന്നു. സാറേ അത് വേണോ? അവിടെ പോയി അന്വേഷിക്കാൻ നിന്നാ അത് വലിയ പുലിവാലാവുന്ന് ഈ സമയത്ത് ഉതുപ്പ് നായകനോട് പറയുന്നു. ശരി തനിക്ക് പേടിയാണെങ്കിൽ വരണ്ട, ഞാൻ പോയി അന്വേഷിച്ചോളാം പറഞ്ഞ് നായകൻ വണ്ടി കയറുന്ന സമയം എനിക്ക് പേടിയൊന്നുമില്ല ഞാനും വരാമെന്നും പറഞ്ഞ് ഉതുപ്പും കൂടെ കയറി പോവുകയാണ്. അങ്ങനെ നായകൻ ഉതുപ്പിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അവിടെ വന്നിരുന്ന കുറച്ച് നാട്ടുകാരെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ ചോദ്യം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവരാകെ ഇടയുന്നു. അങ്ങനെ പോലീസുകാർ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് അവരെ ആശ്രമത്തിന് മുമ്പിൽ തടിച്ചു കൂടുന്നു. അവിടേക്ക് എത്തി പോലീസുകാരോട് അച്ഛനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, പോലീസുകാരെ അവിടേക്ക് ഞങ്ങൾ കയറ്റി വിടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാക്കുവാണ്. അങ്ങനെ പോലീസുകാരുമായിട്ട് നായകനൊക്കെ ഇടയുമ്പോൾ കറക്റ്റ് ടൈമിന് അവിടേക്ക് സിയും ഫോഴ്സ് എത്തുവാണ്. അങ്ങനെ അയാളും അയാളുടെ ഫോഴ്സും കൂടി പ്രശ്നം ഉണ്ടാക്കുന്ന നാട്ടുകാരെല്ലാം തല്ലി ഓടിക്കുന്നു. അതുപോലെ ഒരു കാര്യമില്ലാതെ ഇവിടേക്ക് വന്ന് താൻ എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് നായകനെ സിഐ കുറെ വഴക്ക് പറയുകയും ചെയ്യുവാണ്. ഇതേ സമയം തന്നെ അവിടേക്ക് കോൺസ്റ്റബിൾ ഹസൻ വന്ന് പറയുകയാണ് ഇവിടെ അടുത്തുള്ള ഒരു പറമ്പിലെ പൊട്ടക്കിണറ്റിന്ന് ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ ഒരു ബോഡി കണ്ടെത്തിയെന്ന്. ഇത് കേട്ട് അവരെല്ലാവരും ഷോക്കാവുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് അവർ ആ സ്പോട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ ഇപ്പൊ ആ ബോഡി കരക്കി കയറ്റി അത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അത് മാത്തന്റെ കാണാതായ ലൗലി എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്ന്. ഇത് കണ്ട് അവളുടെ അച്ഛനായ മാത്തൻ ഒരുപാട് തകർന്നു പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് സംശയത്തിന്റെ പേരിലാന്ന് പിടിച്ചോണ്ട് വന്ന ആ കോളേജ് പിള്ളേരെ സിഐ ഇതിന്റെ പേരിൽ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നതാണ്. ആ പെൺകുട്ടിയെ കൊന്നത് യുവമാരാണെന്നുള്ള രീതിയിലാണ് അവരെ അയാൾ മർദ്ദിക്കുന്നത് എന്ന് നായകൻ ഉറപ്പാണ് അവരെല്ലാം കുറ്റക്കാരെന്ന്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കാണുന്ന സമയത്ത് നായകൻ ഒരുപാട് സങ്കടം തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരെ മർദ്ദിച്ചു കഴിഞ്ഞ് സിഐ പുറത്തേക്ക് വരുമ്പോൾ നായകൻ ചെന്ന് പറയുവാണ് അന്ന് ഈ പയ്യന്മാര് ലൗലിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ ബേബി എന്ന് പറയുന്ന മീൻകാരൻ വന്നോണ്ട് യുവമാരുടെ അടുത്ത് നിന്ന് ലൗലി രക്ഷപ്പെട്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്ന സിഐ നായകനോട് പറയുവാണ് ആ മീൻകാരൻ പോയതിനു ശേഷം വീണ്ടും അവന്മാർക്ക് അവളുടെ അടുത്തേക്ക് ചെല്ലാലോ എന്ന്. പിന്നെ ഇനി കേസ് അന്വേഷിക്കാൻ പോകുന്നത് ഡിവൈഎസ്പി അലക്സ് സാറാണ്. സോ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറയാൻ നിന്ന അദ്ദേഹത്തിന് വായി കിടക്കുന്നത് ചുമ്മാ മേടിച്ചു കിട്ടുമെന്നു സിഐ നായകനെ പറഞ്ഞു വിലക്കുന്നുണ്ട്. എന്നാലും നായകൻ ഈ അന്വേഷണം വിടാൻ തയ്യാറാവുന്നില്ല. അവൻ അവന്റേതായ രീതിയിൽ കുറെ ഫൈൻഡിങ്സ് എല്ലാം ഉണ്ടാക്കുവാണ്. അങ്ങനെ ആ സീൻ കെട്ടായ അടുത്ത ദിവസം ഡിവൈഎസ്പി അലക്സ് ഈ കേസിന്റെ ചുമതല ഏറ്റെടുത്ത് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തുവാണ്. ഈ കേസിൽ നായകൻ കാണിക്കുന്ന ഇടപെടലൊന്നും ഡിവൈഎസ്പിക്കും സിഐക്കും ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ നായകനെ പുറത്തു നിർത്തി അവർ രണ്ടുപേരും അതിനെ പറ്റി സംസാരിക്കുവാണ്. അതിലെ ഡിവൈഎസ്പി സിഐനോട് പറയുവാണ് ആ പെൺകുട്ടിയുടെ ബോഡി അടക്കം ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ ഈ കേസും കെട്ടിവെച്ച് എങ്ങനെയെങ്കിലും ഈ കേസ് ഒതുക്കി തീർക്കണമെന്ന്. അതിന് പോലീസുകാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ സഭക്കാര് പോലീസുകാർക്കെതിരെ ശബ്ദം ഉയർത്തി തെരുവിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇനി ഇതിന്റെ പേരിൽ എസ് ഐ എങ്ങാനും തോമസ് അച്ഛനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നാൽ അതിന്റെ പേരിൽ അവരുടെ സഭക്കാരും പ്രശ്നം ഉണ്ടാക്കും. സോ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് രണ്ടും നസ്രാണികളായ നമുക്ക് രണ്ടുപേർക്കും ഗവൺമെന്റ് ഇതിന്റെ ഉത്തരവാദിത്വം തന്നിരിക്കുന്നത്. പിന്നെ ആ പയ്യന്മാരുടെ കാര്യം അതിലൊരു പയ്യൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അനന്തരവനാണ്. സോ അവന്മാരെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അലക്സ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം എസ് ഐ ആയ നായകൻ സാർ ഈ കേസിൽ എനിക്ക് കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട് അത് സാറൊന്ന് കേൾക്കണമെന്ന് പറയുന്നു. ഇത് കേട്ട് ഡിവൈഎസ്പി ശരി എന്നാ പറ കേൾക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ നായകൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഒരു ഗ്രാഫ് ഉപയോഗിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ആ പയ്യന്മാരുടെ വീടും ലൗലിന്റെ ബോഡി കിട്ടിയ സ്ഥലവുമായിട്ട് 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ വെച്ച് അവന്മാരെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ദൂരം ആ ബോഡി കൊണ്ട് ഇടുക എന്നുള്ളത് പോസിബിൾ അല്ല. അതും ആരും കാണാതെ. മാത്രമല്ല ഇൻ കേസ് അവരായിരുന്നു കൊല ചെയ്തെങ്കിൽ അവർക്ക് ആ ജഡ ഒളിപ്പിക്കാനായിട്ട് അവരുടെ വീടിന്റെ പരിസരത്ത് തന്നെ ഇതേപോലത്തെ ഒരു കുളം ഉണ്ടായിരുന്നു, അവിടെ ആകാമായിരുന്നു. സോ ഞാൻ പറഞ്ഞു വരുന്നത് ലൗലിന്റെ ബോഡി കണ്ടെടുത്ത ആ പൊട്ടക്കിണറില്ലേ ആ സ്ഥലത്തിനോട് തൊട്ട് ചേർന്ന സ്ഥലമാണ് സഭയുടെ കീഴിലുള്ള ബദനിയാശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഞാൻ ആ പറമ്പെല്ലാം ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബോഡി അവിടെ കൂടി വലിച്ചുകൊണ്ട് പോയതുപോലെയാണ്. അതുകൊണ്ട് എത്രയും വേഗം ബദനിയാശ്രമത്തിലെ തോമസ് അച്ഛനെ ഒന്ന് ചോദ്യം ചെയ്യാം. അങ്ങനെ നായകനെ ഫൈൻഡിങ്സ് എല്ലാം പറയുന്ന സമയത്ത് ഇതെല്ലാം കേട്ട അലക്സിന് ആഗ്രഹം വരുവാണ്. ഈ കേസിന്റെ ചുമതല ഞങ്ങൾക്കാണ്, ആരെ ചോദ്യം ചെയ്യണം ആരെ ചോദ്യം ചെയ്യേണ്ട എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. താൻ തൽക്കാലം സ്റ്റേഷൻ ഡ്യൂട്ടി മാത്രം നോക്കിയാൽ മതി. പിന്നെ തന്റെ ഇതുപോലുള്ള ഫൈൻഡിങ്സ് കൊണ്ട് ഈ കേസിലേക്ക് വരണ്ടെന്നും പറഞ്ഞ് നായകനെ വഴക്ക് പറഞ്ഞ് അലക്സ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അടുത്ത സീനിലെ സ്ഥലത്തേക്ക് ഡോഗ് സ്ക്വാഡിനെ എല്ലാം കൊണ്ടുവന്ന് അലക്സും സംഘവും ഇതിന്റെ അന്വേഷണം തുടങ്ങുവാണ്. അങ്ങനെ ഇപ്പൊ നായനെ ലവ്ലിന്റെ ഡ്രസ്സ് മണപ്പിച്ച് ലവ്ലി പോയ ഡയറക്ഷൻ അല്ല പോലീസുകാരെ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നായ ആദ്യം ഓടി ചെല്ലുന്നത് ആ കോളേജ് പയ്യന്മാര് താമസിച്ചുകൊണ്ടിരുന്ന വാടക വീട്ടിലേക്കായിരുന്നു. അതിന്റെ മുമ്പിൽ നിന്ന് കുറെ നേരം നായ കുറയ്ക്കുന്നു. അതിനുശേഷം അത് നേരെ പോകുന്നത് ബദനിയാശ്രമത്തിന്റെ മുമ്പിലേക്കാണ്. അങ്ങനെ അവിടെ നിന്നും കുറെ നേരം കുറയ്ക്കുന്നു. അതിനുശേഷം നായ പോകുന്നത് തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലേക്കാണ്. ഇത് അവിടുത്തെ ചെത്തുകാരൻ സഹദേവന്റെ വീടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ചതിന് ശേഷം അത് നേരെ തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊന്നക്കാടിന്റെ അടുത്ത് നിന്ന് പട്ടി അവിടേക്ക് നോക്കി കുറെ നേരം കുറയ്ക്കുന്നു. ഈ സ്ഥലത്ത് കൂടിയായിരുന്നു എന്തോ ഭാരമുള്ള വസ്തു വലിച്ചുകൊണ്ട് പോയതായിട്ട് നായകന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ പാടുകൾ ഇപ്പോൾ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നായകൻ വീടിന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയം എന്നോട് പറഞ്ഞിട്ടില്ലേ സ്റ്റേഷൻ ഡ്യൂട്ടി മാത്രം നോക്കിയാൽ മതി എന്ന്. സോ താൻ അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞ് അലക്സ് ഇപ്പൊ നായകനെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. അടുത്ത സീനിൽ അന്വേഷണം എല്ലാം കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിയ അലക്സ് ആണെങ്കിൽ മരിച്ച സമയത്ത് ലവ്ലിന്റെ ഫോട്ടോസും അതുപോലെയുള്ള ബോഡി കെട്ടാൻ ഉപയോഗിച്ച മുണ്ടിന്റെ കഷ്ണങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയം നമ്മുടെ നായകൻ അവിടേക്ക് എത്തുവാണ്. അപ്പോഴേക്കും അലക്സ് ആണെങ്കിൽ നായകന്റെ കയ്യിലേക്ക് ഒരു രജിസ്റ്റർ എറിഞ്ഞു കൊടുക്കുന്നു. ലവ്ലി മരണപ്പെട്ട ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ താൻ സംശയിക്കുന്ന ബദനിയാശ്രമത്തിലെ തോമസ് അച്ഛൻ അവരുടെ സഭക്കാരുടെ ഒരു മീറ്റിംഗ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ
തെളിവാണ് ഈ രജിസ്റ്റർ. സോ ഇനി അയാളോടുള്ള സംശയം കൊണ്ട് താൻ ഈ കേസിലേക്ക് അയാളെ വലിച്ചയക്കാൻ നിൽക്കരുത്. ഇങ്ങനെല്ലാം നായകനോട് പറഞ്ഞതിന് ശേഷം ലവ്ലിന്റെ വീടിനടുത്ത് പാലും പത്രവും മീനെല്ലാം വിൽക്കുന്ന ആൾക്കാരെ എത്രയും വേഗം എന്റെ അടുത്ത് എത്തിക്കണം അലക്സ് നായകനോട് ഓർഡർ ഇടുന്നു. അങ്ങനെ അടുത്ത സീനിൽ നായകൻ അവരെല്ലാരെയും അലക്സിന് മുമ്പിൽ ഹാജരാക്കുന്നു. അങ്ങനെ ഇപ്പൊ ലവ്ലിന്റെ ബോഡി കെട്ടാൻ ഉപയോഗിച്ച ആ മുണ്ടിന്റെ കഷ്ണം കാണിച്ചു കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും വീട്ടില് ഈ മുണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ സമയം മീൻകാരനായ ബേബി പറയുവാണ് ലവ്ലിനെ കാണാതായ അന്ന് മീനുമായിട്ട് താൻ വരുന്ന സമയം ചെത്തുകാരൻ ബേബി ഇതേ മുണ്ട് കഴുകി മുറ്റത്ത് ഉണക്കാനിടുന്നത് അയാൾ കണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഇത് കേട്ട പോലീസുകാർക്ക് അയാളെ ഡൗട്ട് ആവുകയാണ്. കാരണം അയാളുടെ വീടിന്റെ മുമ്പിൽ വന്നും പട്ടി കുറച്ചായിരുന്നല്ലോ. അങ്ങനെ അടുത്ത സീനിൽ നേരെ എവിടേക്ക് എത്തിയിട്ട് പോലീസുകാർ അയാളോട് ചോദിക്കുവാണ് നിനക്ക് ഇതേപോലെ ഒരു മുണ്ടുണ്ടായിരുന്നല്ലോ അത് എടുത്തോണ്ട് വരാൻ. അപ്പൊ അയാൾ പറയാണ് 2 ദിവസം മുമ്പ് ഞാൻ അത് കഴുകി മുറ്റത്തുണക്കാനിട്ടിരുന്നു അത് കാണാതായി എന്ന്. ഇത് കേട്ട പോലീസുകാര് അയാൾക്ക് കുറെ തല്ലെല്ലാം കൊടുത്ത് അയാളെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുന്നു. PSP അലക്സ് പറഞ്ഞ പോലെ ലവ്ലിന്റെ ബോഡി അടക്കം ചെയ്യുന്നതിന് മുമ്പ് അവർക്കൊരു പ്രതിനെ കിട്ടണം. അതിനുവേണ്ടിയാണ് കുറ്റം ചെയ്തത് ഇയാൾ തന്നെയാണോ എന്ന് കൺഫേം ആക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ അങ്ങനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അടുത്ത സീനിൽ അയാളെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് അയാളെ ഒരുപാട് മർദ്ദിച്ച് ആ കേസ് അയാളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അവർ ശ്രമിക്കുവാണ്. ഇതെല്ലാം കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ നായകൻ അയാൾ നിൽക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ലവ്ലിന്റെ മരണ ചടങ്ങുകളൊക്കെയാണ്. നായകൻ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ലവ്ലിന്റെ അച്ഛനായ മാത്തൻ സിറാജ് എന്ന് പറയുന്ന വ്യക്തിനെയും കൂട്ടിക്കൊണ്ട് നായകന്റെ അടുത്തേക്ക് വരുവാണ് നായകനെ കാണാൻ വേണ്ടി. ലവ്ലിന്റെ ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. പോലീസുകാർ ഇപ്പൊ പ്രതിയെന്ന് കണക്കാക്കുന്ന അല്ലെങ്കിൽ ഈ കേസ് കെട്ടിവെക്കാൻ തുടങ്ങുന്ന സഹദേവനെ തനിക്ക് കുറെ നാളായിട്ട് അറിയാം. അവൻ ഒരിക്കലും എന്നോടും എന്റെ കുട്ടിയോടും ഇങ്ങനൊന്നും ചെയ്യില്ല. അയാൾ ഈ പറയുന്ന കാര്യം കേട്ട നായകൻ മനുഷ്യന്മാരല്ലേ മനസ്സപ്പെടാൻ മാറുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിന് അയാൾ അത് ശരിയാണെന്ന് പറയുന്നു. എന്നിട്ട് മാത്തൻ ഇത് സിറാജ് ഇവൻ കോട്ടയം ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറാണ്. ലവ്ലി കാണാതായ അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങിയവൻ പതിനി ആശ്രമത്തിലേക്ക് കയറി പോകുന്ന ലവ്ലിനെ കണ്ടായിരുന്നു. അവളോട് സംസാരിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ കൊണ്ട് ആ കാര്യമെല്ലാം നായകനോട് തുറന്നു പറയിച്ച് കരഞ്ഞോട് മാത്രം പറയുവാണ് എന്റെ മകളെ കൊന്നയാളെ തന്നെ ശിക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എന്റെ മകളുടെ ആത്മാവ് അത് പൊറുക്കില്ല. അങ്ങനെ വിധം പറഞ്ഞ് കരഞ്ഞോണ്ട് സിറാജിനെയും കൂട്ടിക്കൊണ്ട് മാസിനോട് ഇറങ്ങി പോകുമ്പോ ഇതെല്ലാം കൊണ്ട് മനസ്സ് വിഷമിക്കുന്ന നായകൻ കൂടെയുള്ള സേന എന്ന് പറയുന്ന പോലീസിനോട് പറയുവാണ് എന്തായാലും ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഈ കേസ് വെറുതെ വിടാൻ കഴിയില്ല. അൺഒഫീഷ്യലായിട്ട് ഞാനിത് അന്വേഷിക്കാൻ പോവാണെന്ന്. സാർ അന്വേഷിക്കും സാറേ കട്ടയ്ക്ക് ഞാനും കൂടി ഉണ്ടാവുന്ന ഈ സമയത്ത് സേനനും പറയുന്നു. അങ്ങനെ അവിടുന്ന് അടുത്ത സീനിലെ നായകൻ നേരെ പോകുന്നത് ഫോറൻസിക് വിദഗ്ധനായ പ്രഫുല്ലചന്ദ്രൻ എന്ന് പറയുന്ന ഡോക്ടറെ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ അവിടെ എത്തി ലവ്ലിന്റെ കേസിനെ പറ്റിയെല്ലാം നായകൻ ചോദിച്ച് മനസ്സിലാക്കുവാണ് അയാളോട്. ലവ്ലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് അവളുടെ ശരീരത്ത് ചെറിയ ചെറിയ മുറിവുകളും ബലം പ്രയോഗിച്ച പാടുകളെല്ലാം ഉണ്ടായിരുന്നു. പോലീസുകാർ ഇപ്പോ പറയുന്നത് അവളുടെ മരണം നടന്നിരിക്കുന്നത് ആ ചെത്തുകാരനായ സഹദേവന്റെ വീട്ടിൽ വെച്ചാണെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് മരിച്ചുപോയ ലവ്ലിന്റെ സ്കിൻ ടിഷ്യൂസോ മുടിയിഴകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരിക്കണം. അങ്ങനെ ഇപ്പൊ അവിടെയെല്ലാം ചെക്ക് ചെയ്ത ഫോറൻസിക് ഉദ്യോഗസ്ഥയായ മറ്റൊരു ലേഡി ഡോക്ടറെ വിളിച്ച് പ്രഫുല്ലചന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അപ്പൊ അവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തെങ്കിലും അങ്ങനെയൊന്നും കിട്ടിയില്ല എന്നാണ് ആ ഡോക്ടർ പറയുന്നത്. ജീവിക്കുന്ന പ്രഫുല്ലചന്ദ്രൻ നായകനോട് ഉറപ്പിച്ച് പറയുവാണ് അങ്ങനെയാണെങ്കിൽ കൊല നടന്നിരിക്കുന്നത് അവിടെ വെച്ചിട്ടല്ല. ഇത് കേട്ട നായകൻ ഉറപ്പിച്ച് പറയുവാണ് അങ്ങനെയാണെങ്കിൽ കൊല നടന്നിരിക്കുന്നത് ആ ബദനി ആശ്രമത്തിൽ വെച്ച് തന്നെയായിരിക്കും. തന്റെ സംശയം ശരിയാണെന്ന് തെളിയിക്കാൻ അവിടെ നിന്ന് ചെക്ക് ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ അവിടെ കയറി അങ്ങനെ ചെക്ക് ചെയ്യാൻ ആരും സമ്മതിക്കില്ലല്ലോ. സോ പോലീസുകാരനായ താൻ അതിനൊരു അവസരം ഉണ്ടാക്കും. എന്നാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാന്ന് ഈ സമയത്ത് പ്രഫുല്ലചന്ദ്രൻ നായകൻ ഉറപ്പ് കൊടുക്കുന്നു. ഇത് കേട്ട നായകൻ പോലീസ് ബുദ്ധിയിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ അന്ന് രാത്രി അത് കാണിക്കുന്നു. ഒരു കള്ളനിപ്പം ആ ബദനി ആശ്രമത്തിലേക്ക് എത്തി അവിടുത്തെ ഡോറെല്ലാം കുത്തിപ്പൊളിച്ച് അകത്ത് കയറി എന്തൊക്കെയോ സാധനങ്ങൾ അവിടുന്ന് മോഷ്ടിക്കുവാണ്. ആ മോഷണത്തിനിടയിൽ എന്തോ കൈതട്ടി താഴെ വീണ് വലിയൊരു ഒച്ച ഉണ്ടാവുമ്പോൾ ആശ്രമത്തിലെ തോമസ് അച്ഛനെ എഴുന്നേക്കുവാണ് ഉറക്കത്തിന്ന്. അങ്ങനെ അയാൾ വന്ന് ലൈറ്റ് ഇടുമ്പോഴേക്കും ആ കള്ളൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അടുത്ത ദിവസം അയാൾ ഇത് ആരെ അറിയിക്കാതെ പൊളിഞ്ഞ വാതിലെല്ലാം പണിക്കാരെ വിളിച്ച് ശരിയാക്കിക്കുവാണ്. ഈ സമയമാണ് അവിടേക്ക് നമ്മുടെ നായകനും കുറെ പോലീസുകാരും പിന്നെ ആ ഫോറൻസിക് വിദഗ്ധനായ ആ ഡോക്ടർ എല്ലാം വരുന്നത്. അവരുടെ കൂടെ ഇന്നലെ ഈ വീട്ടിൽ കയറിയ കള്ളനുണ്ട്. അങ്ങനെ ഇപ്പൊ ആ കള്ളനെ കാട്ടിക്കൊടുത്ത് പാതനോട് നായകൻ പറയുവാണ് ഇന്നലെ പാതന്റെ വീട്ടിൽ കള്ളം കയറിയല്ലേ, ഇവനാണ് കയറിയ ആള്. നൈറ്റ് പെട്രോളിങ്ങിന് അറിയാൻ ഞങ്ങളുടെ കയ്യിൽ ഇവൻ വന്നു പെട്ടു. ചോദിച്ചപ്പോ അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഇപ്പൊ അവൻ അവിടെ നിന്നല്ല അടിച്ചു പറ്റിയ സാധനങ്ങളെല്ലാം അവനെ കൊണ്ട് അവിടെ തിരിച്ചു വെപ്പിക്കുവാണ്. നഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം തിരിച്ചു കിട്ടിയോണ്ട് എനിക്ക് പരാതിയില്ലാന്ന് ഈ സമയത്ത് അച്ഛൻ പറയുന്നു. അയ്യോ അങ്ങനെ പറ്റില്ല, ഇവ കുറ്റം സംബന്ധിച്ച സ്ഥിതിക്ക് ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നായകൻ ഇപ്പൊ ആ വീട്ടിലേക്ക് എത്തി ഇൻവെസ്റ്റിഗേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. അത് ഈ വീട്ടിൽ കയറിയെന്ന ഡോക്ടർ പറഞ്ഞ പോലെ മരിച്ച പെൺകുട്ടിയുടെ സ്കിൻ ടിഷ്യൂസോ ഫിംഗർ പ്രിന്റ്സോ അല്ലെങ്കിൽ മുടിയിഴകളോ കിട്ടുമെന്നറിയാനുള്ള നായകന്റെ ബുദ്ധിയായിരുന്നു ഇത്. അതായത് ഈ കള്ളനെ വിട്ടിട്ടുള്ള ഈ നാടകം. അങ്ങനെ ഇപ്പൊ വിചാരിച്ച പോലെ ഈ കേസിന്റെ പുറകില് വീട് മുഴുവൻ കയറി അന്വേഷിക്കാനുള്ള ഒരു ചാൻസ് നായകന് കിട്ടി. അങ്ങനെ ഇപ്പൊ നായകന്റെ സംഘവും അത് ശരിക്കും മുതലാക്കുകയും ചെയ്യുന്നു. ഈ സമയത്തല്ല അച്ഛന്റെ മുഖത്ത് ഒരു പരിങ്ങല് കാണാം. ഇതെല്ലാം നായകൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കുറച്ച് നാട്ടുകാർ അവിടെ കൂടിക്കൂടുവാണ്. എന്താ സാറേ ആ കേസിന്റെ പേരില് വീണ്ടും ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയെന്ന് ഈ സമയത്ത് അവന്മാര് ചോദിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇന്നലെ രാത്രി ആശ്രമത്തിലെ കള്ളം കയറി അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പൊ അവര് പറയുമ്പോ നാട്ടുകാർ ശാന്തമാവുന്നു. അങ്ങനെ ഇപ്പൊ അടുത്ത സീനിൽ വീട് മുഴുവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥരെ കാണിക്കുവാണ്. അവര് വിചാരിച്ചാൽ തന്നെ അവർക്ക് അവിടുന്ന് ലവ്ലിന്റെ ഫിംഗർ പ്രിന്റ്സും സ്കിൻ ടിഷ്യൂസും പൊട്ടിയ വളപ്പൊട്ടുകളും മുടിയിഴകളും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞ് നായകനെ സംഘം അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഏകദേശം നായകൻ അവന്റെ ഫൈൻഡിങ്സ് എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞു. അതിലൂടെ കൊലയാളി ആരാണെന്നും നായകൻ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇപ്പൊ നായകൻ കണ്ടുപിടിച്ച ആ ഫൈൻഡിങ്സ് എല്ലാം കൊണ്ട് അടുത്ത സീനിൽ നായകൻ അവന്റെ സുപ്പീരിയർ ഓഫീസറായ രാജഗോപാൽ എന്ന് പറയുന്ന SP വന്ന് കാണുവാണ്. അദ്ദേഹത്തിന് നായകൻ അത്ര വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് നായകൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ കേസ് ഫയലുമായിട്ട് എത്തിയത്. അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് തുറന്നു പറയുവാണ് നായകൻ. അൺഒഫീഷ്യലായിട്ട് ഈ കേസ് അന്വേഷിച്ചതും ഇത്ര വരെ എത്തിയതും പ്രോട്ടോകോളിനെതിരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് ശിക്ഷ വന്നാലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. തെറ്റ് കണ്ട് കണ്ണടയ്ക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തതെന്ന് നായകൻ തുറന്നു പറയുന്നു. ഇത് കേട്ട SP നായകന്റെ കേസ് ഫയൽ എല്ലാം
പഠിക്കാൻ തുടങ്ങുന്നു. ഈ കേസ് കിട്ടിയ അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും നായകൻ വിശദമായിട്ട് അതിൽ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം അയാൾ വായിക്കുമ്പോൾ അതിലൊരു വിഷ്വലാക്കി നമുക്ക് കാട്ടിത്തരുന്നു. അങ്ങനെ അന്വേഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും നായകൻ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം കാണിക്കുവാണ്. ആശ്രമം ചെക്ക് ചെയ്തതിലൂടെ അവർ മനസ്സിലാക്കിയിരുന്നല്ലോ കൊല നടന്നിരിക്കുന്നത് ആശ്രമത്തിൽ വെച്ചാണെന്ന്. എന്നാൽ അവിടുന്ന് കിട്ടിയ എന്തോ ഒരു സാമ്പിൾസ് ഉപയോഗിച്ച് കൊലയാളി ആരാണെന്നും അവർ കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്തു. അതെന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല, നമുക്ക് വഴിയെ നോക്കാം. അടുത്ത സീനിൽ കാണിക്കുന്നത് ആനന്ദും സംഘവും പോയിട്ട് ആശ്രമത്തിലുള്ള തോമസ് അച്ഛനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതിനുശേഷം അച്ഛനെ ചോദ്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് SP കമ്മീഷണറെ അവിടേക്ക് വിളിച്ചു വരുത്തുവാണ് ഈ കേസിന്റെ ഒരു കറക്റ്റ് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ കമ്മീഷണറോട് SP പറയുന്നുണ്ട് പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന്. അങ്ങനെ ഇപ്പൊ കമ്മീഷണർ അവരുടെ കൂടെ സ്റ്റേഷനകത്തേക്ക് ചെല്ലുന്നു. ഈ സമയം ആകെ വിഷമിച്ചിരിക്കുന്ന തോമസ് അച്ഛനെ കാണിക്കുന്നുണ്ട്. എന്നാൽ അയാളോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാതെ അവരടുത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് കയറി പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് പ്രതി അപ്പൊ തോമസ് അച്ഛനല്ലാന്ന്. അപ്പൊ പിന്നെ ആരായിരിക്കും പ്രതി? ഈ സമയത്ത് അതൊരു വലിയ ട്വിസ്റ്റോടെ നമുക്ക് കാട്ടിത്തരുന്നു. ശരിക്കും പ്രതി ആരാണെന്നറിയാവോ? ബാംഗ്ലൂർ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ലവ്ലിന്റെ മൂത്ത ചേച്ചി ബ്ലസ്സി ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ബ്ലസ്സിയിലേക്ക് പോലീസുകാർ എത്തിയ വഴിയല്ല കമ്മീഷണറോട് നായകൻ പറഞ്ഞു കൊടുക്കുവാണ്. ലവ്ലിന്റെ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്നും അതിലെ ലവ്ലി മരണപ്പെട്ട ആ ബദനി ആശ്രമത്തിൽ നിന്നും കോമൺ ആയിട്ട് പോലീസുകാർക്ക് ഒരാണിന്റെയും ഒരു പെണ്ണിന്റെയും മുടിയിഴകൾ കിട്ടിയായിരുന്നു. പെണ്ണിന്റെ എന്ന് പറയുമ്പോൾ അത് ലവ്ലിന്റേതായിരുന്നില്ല. ലവ്ലിന്റെ മുടിയിഴകൾ അവർക്ക് ആശ്രമത്തിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു. എന്നാൽ ലവ്ലി മരണപ്പെട്ട സ്ഥലത്തെ ആ കൊന്ത കാട്ടിയെന്നും അതിലെ ബദനി ആശ്രമത്തിൽ നിന്നും കിട്ടിയ ആ പെണ്ണിന്റെ മുടി അത് കളർ ചെയ്ത മുടിയായിരുന്നു. അങ്ങനെ മുടി കളർ ചെയ്ത ഒരു പെണ്ണ് മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അത് ലവ്ലിന്റെ ചേച്ചി ബ്ലസ്സി ആയിരുന്നു. അങ്ങനെ ഇപ്പൊ അതിലൂടെയാണ് പ്രതി അവളാണെന്ന് പോലീസുകാർ മനസ്സിലാക്കിയത്. അങ്ങനെ അത് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി അവർ ലവ്ലിന്റെ വീട്ടിൽ പോയി ബ്ലസ്സിയുടെ മുടിയിഴകളെല്ലാം കളക്ട് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. അതിനുശേഷം അത് രണ്ടും മാച്ച് ചെയ്ത് നോക്കിയപ്പം സെയിം ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ കൊല നടന്നത് എങ്ങനെയാണെന്ന് പറയാൻ തുടങ്ങുവാണ്. ലവ്ലി മരിക്കുന്നതിന് തലേന്ന് ബദനി ആശ്രമത്തിലേക്ക് തോമസ് അച്ഛന് ഒരു അതിഥി ഉണ്ടായിരുന്നു. അത് അയാളുടെ പെങ്ങളുടെ മകനായ ഡാനിയൽ എന്ന ഡാനിയായിരുന്നു. അച്ഛൻപട്ടത്തിന് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവൻ. 2 ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്നുള്ള രീതിയിലാണ് അവരിവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ സഭായോഗത്തിന് പങ്കെടുക്കാൻ വേണ്ടി തോമസ് അച്ഛൻ രാവിലെ തന്നെ ആശ്രമത്തിൽ നിന്ന് പോയി. അതിനുശേഷം ആശ്രമത്തിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ലവ്ലിന്റെ ചേച്ചി ബ്ലസ്സിയും ഈ ഡാനിയും കൂടി ആശ്രമത്തിലെ മുറിയിൽ ഒരുമിച്ച് റൊമാൻസ് എല്ലാം ചെയ്യുന്നതാണ്. അത് ഇവര് തമ്മിൽ ഒരു തെറ്റായ ബന്ധം ഉണ്ടായിരുന്നു. ശരിക്കും ബ്ലസ്സിനെ കാണാൻ വേണ്ടിയാണ് ഡാനി ക്ലാസ് ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് നമ്മൾ പറഞ്ഞെത്തിയത്. അങ്ങനെ ഇപ്പൊ അന്ന് അച്ഛൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരുമിച്ച് കുറെ നേരം അവർ സ്പെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബ്ലസ്സി വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ലവ്ലി അവിടേക്ക് വന്ന് ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. ഇവര് തമ്മിൽ ഈ പരിപാടി പറഞ്ഞിട്ട് കുറെ നാളായെന്നുള്ള കാര്യം ലവ്ലിക്ക് അറിയായിരുന്നു. ഇതൊന്നും നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞ് അവരോടും ദേഷ്യപ്പെട്ട് ലവ്ലിയോട് ഇറങ്ങി പോകുന്ന സമയം ലവ്ലി നീ ആരെ അറിയിച്ച പ്രശ്നം ഉണ്ടാക്കില്ലേ ഇങ്ങനെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും അവളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ അവളോടൊന്ന് പോകാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ആ ആശ്രമത്തിലേക്ക് ആര് വരുവാണ്. ഈ സമയം അവരവിടെ കണ്ട പ്രശ്നമാവില്ലേ. എന്നിട്ട് ഡാനി പെട്ടെന്ന് അവളെ വാപൊത്തി അവളെ ആശ്രമത്തിനകത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതേ സമയം വിൻഡോന്റെ അടുത്ത് പോയിട്ട് പുറത്താരെ വന്നിരിക്കുന്നത് ബ്ലസ്സി നോക്കുന്നു. അത് അവിടുത്തെ പോസ്റ്റ്മാൻ ആയിരുന്നു. അങ്ങനെ കുറെ നേരം അച്ഛനെ വിളിച്ചിട്ട് റെസ്പോണ്ട് ഒന്നും ഇല്ലാതായപ്പോ ആ പോസ്റ്റ്മാൻ അവിടെ നിന്ന് പോവുകയുണ്ടായി. ഇതേ സമയം ലവ്ലിന്റെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഡാനി അവളെ വാപൊത്തിയിരിക്കുവായിരുന്നല്ലോ. ആ ഒരു വെപ്രാളത്തിന് അവളെ വാപൊത്തുമ്പോൾ വായും മൂക്കും കൂടിയായിരുന്നു അവൻ പൊത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശ്വാസം മുട്ടി അവൾ മരിക്കുവാണ് അവിടെ. അങ്ങനെ പോസ്റ്റ്മാൻ പോയതിനു ശേഷം ബ്ലസ്സി തിരികെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന ലവ്ലിനെയാണ്. ഡാനിയാണെങ്കിൽ അവിടെ പേടിച്ചു വിറച്ചിരിക്കുന്നു. എന്നാൽ അബദ്ധത്തിൽ ഇത് സംഭവിച്ചു പോയി. ഇനി ആരും അറിയാതെ ഇത് മറയ്ക്കാൻ നോക്കാമെന്ന് വിചാരിച്ച അവർ രണ്ടുപേരും കൂടി തൽക്കാലത്തേക്ക് അവളുടെ ബോഡി കൊണ്ടുവന്ന് അവിടുത്തെ അടുക്കളേന്റെ ഭാഗത്ത് വെക്കുവാണ്. എന്നിട്ട് രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടേ കളയാന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ബ്ലസ്സി ആണെങ്കിൽ ഒന്നും അറിയാത്തവരെ വീട്ടിലേക്ക് തിരികെ ചെല്ലുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴല്ല അവളുടെ അച്ഛൻ ലവ്ലി മോള് കോളേജിലേക്ക് പോയിട്ട് തിരികെ വന്നില്ലല്ലോ സമയത്തായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലവ്ലിന്റെ അമ്മ പറയുകയാണ് അവളെ പഠിക്കാൻ വേണ്ടി കൂട്ടുകാരികളുടെ വീട്ടിൽ അങ്ങനെ പോയി കാണുന്നൊക്കെ. ഇതെല്ലാം കേൾക്കുന്ന ബ്ലസ്സിക്കാണെങ്കിൽ ഒരുപാട് വിഷമാവുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് അവൾ റൂമിൽ പോയിരുന്നു ഒരുപാട് കരയുവാണ്. അങ്ങനെ ഇന്ന് രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടും അവളെ തിരികെ വന്നിട്ടില്ല എന്ന് അറിയുന്ന സമയം അവളുടെ അച്ഛനാണെങ്കിൽ അവളെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. ആ ഒരു ഗ്യാപ്പ് മുതലാക്കി വീട്ടിലുള്ള ബ്ലസ്സി ആണെങ്കിൽ നേരെ ആശ്രമത്തിലേക്ക് തിരികെ ചെല്ലുന്നു. അങ്ങനെ പോകുന്ന വഴി ചെത്തുകാരൻ സഹദേവൻ വീടിന്റെ പുറത്ത് കഴുകിയിട്ടിരുന്ന അയാളുടെ മുണ്ടും എടുത്തുകൊണ്ടാണ് അവള് പോകുന്നത്. എന്നിട്ട് ഡാനിയും ബ്ലസ്സിയും കൂടി കൂടിയിട്ട് ഒരു ചാക്കിലെ ലവ്ലിന്റെ ബോഡി കയറ്റി അതും ചുമന്ന് അടുത്തുള്ള ഫോണ്ട കാട്ടിക്കൊണ്ടേ വെക്കുന്നു. രാത്രി ഒരുപാട് ഇരുട്ടായി. ഇനി ബ്ലസ്സി വെക്കോ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് ഡാനി ഈ സമയത്ത് അവളെ പറഞ്ഞു വിടുന്നുണ്ട് വീട്ടിലേക്ക്. അതിനുശേഷം അവൻ ഒറ്റയ്ക്കായിരുന്നു ആ ബോഡി കൊണ്ടുപോയി ആ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അന്ന് രാത്രി സഭായോഗം എല്ലാം കഴിഞ്ഞ് തോമസ് അച്ഛൻ തിരികെ വരുമ്പോഴേക്കും ഡാനി അവിടുന്ന് സ്ഥലം വിട്ടായിരുന്നു. അവനൊരു വാക്കുപോലും പറയാതെ അവിടുന്ന് പോയതും ലവ്ലിനെ കാണാതായ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ തോമസ് അച്ഛന് അവനൊരു ഡൗട്ട് തോന്നിയായിരുന്നു. അങ്ങനെ അയാൾ ആ കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവനൊന്നും പറയുന്നില്ലായിരുന്നു. എന്തായാലും കാര്യങ്ങൾ ഏകദേശം ഉറപ്പായതുകൊണ്ടാണ് അയാളെ പോലീസ് അന്വേഷിക്കാൻ വന്നപ്പോഴല്ല ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ എന്തായാലും പ്രതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ സ്ഥിതിക്ക് കമ്മീഷണർ പെർമിഷൻ കൊടുക്കുമ്പോൾ പോലീസുകാർ ഡാനി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയി അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെ അന്ന് രാത്രി അവനെ സ്റ്റേഷനിൽ എത്തിയിട്ട് അടുത്ത ദിവസം രാവിലെ അവനെ കോർട്ടിലേക്ക് പോലീസുകാർ എത്തിക്കുകയാണ്. എന്നാൽ ആ സമയം നായകന്റെ പിടി പിടിച്ച് അവൻ കോടതി വളപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ സമയം അവനെ പിടികൂടാൻ വേണ്ടി നായകനും പോലീസുകാരുടെ പുറകെ ഓടുന്നുണ്ടെങ്കിലും ഡാനിയിൽ അവരെ വെട്ടിച്ച് ഓടിയിരുന്നത് അവിടെയുള്ള ഒരു റെയിൽവേ ക്രോസിലായിരുന്നു. ഈ സമയം ഇത് കാണുന്ന നായകൻ ഓടി വന്ന് അവനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും പാളത്തിലൂടെ വരുന്ന ട്രെയിൻ തട്ടി അവൻ മരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കാണുന്ന നായകനും പോലീസുകാരും ആകെ ഷോക്ക് ആവുകയാണ്. ഇത്രയും വിവാദമായിട്ടുള്ള ഒരു കേസിലെ പ്രതിയെ പോലീസുകാർ അനാസ്ഥ കൊണ്ട് നഷ്ടമായി അയാൾ മരണപ്പെട്ടു എന്നൊക്കെ പുറത്തറിയുമ്പോൾ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നായകൻ ഉൾപ്പെടെ ആ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടുന്നു. അത് ഇതേ സമയം തന്നെ നാട്ടുകാർ ഇവർക്ക് 4 പേർക്കുമെതിരെ വലിയ പ്രതിഷേധമായിട്ട് പുറത്തിറങ്ങുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ നായകന്റെയും അവന്റെ കൂടെയുള്ള ആ 3 പോലീസുകാരുടെയും ജോലി നഷ്ടമായത് എങ്ങനെയാണെന്ന്. അതിനിപ്പോ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കിട്ടായി പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പൊ സസ്പെൻഷൻ പീരീഡ് എല്ലാം കഴിഞ്ഞ് നായകൻ വീണ്ടും ജോലി കയറാൻ പോവാണ്. അതിന്റെ ഭാഗമായിട്ട് SP വിളിപ്പിച്ചുകൊണ്ടാണ് നായകൻ ഇപ്പൊ ഇവിടേക്ക് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
വന്നിരിക്കുന്നത്. നായകനെ വലിയ കാര്യമായിരുന്ന SP രാജഗോപാൽ ഇടപെട്ടാണ് നായകന്റെ ആ ബാക്കി 3 പോലീസുകാരുടെയും സസ്പെൻഷൻ എല്ലാം ഒഴിവാക്കിയത്. അന്നിപ്പോ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും ചുമതല ഏറ്റെടുക്കാമെന്ന നായകനോട് അയാൾ ഒരു കാര്യം പറയുവാണ്. ഇപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ സസ്പെൻഷൻ ഒഴിവാക്കിയത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം തരാൻ വേണ്ടിയാണ്. 6 കൊല്ലമായിട്ട് പോലീസ് അന്വേഷിച്ച് ഒരു തുമ്പും കിട്ടാത്തൊരു കേസ് ഉണ്ടായിരുന്നു. ശ്രീദേവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മർഡർ കേസ്. അതിനെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഇങ്ങനെയും പറഞ്ഞ കേസ് ഫയല് നായകന്റെ കയ്യിൽ SP കൊടുക്കുവാണ്. ഈ കേസ് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിലുണ്ടായ ആ ബ്ലാക്ക് മാർക്ക് നീക്കം ചെയ്യാൻ കഴിയും. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസാണ്. അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേക്ക്. പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ക്ലോസ് ചെയ്ത് നിങ്ങൾ തിരികെ പോന്നാൽ മതി. ലവ്ലി കേസിലെ വിഷയം കൊണ്ട് എന്തായാലും ഇവർക്ക് 4 പേർക്കും സ്റ്റേഷൻ ഡ്യൂട്ടി കൊടുക്കാൻ കഴിയില്ല. സോ കോട്ടയം ചെറുപള്ളി നടന്ന ഈ ഒരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഇവർക്കൊരു നല്ല തിരിച്ചുവരവ് തന്നെ കിട്ടും. ഈ ഒരു കാര്യം ഉദ്ദേശിച്ച് SP അവർക്ക് ആ കേസ് കൊടുക്കുമ്പോൾ അങ്ങനെ ക്രൈംബ്രാഞ്ചും CBI അടക്കം അന്വേഷിച്ച് ഒരു തുമ്പും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ കേസ്, എല്ലാവരും തോറ്റുപോയ ആ കേസ് നായകനും കൂടെയുള്ള 3 പോലീസുകാരും കൂടി ഏറ്റെടുത്ത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. അങ്ങനെ ഇപ്പൊ ഇവിടം വെച്ച് നമ്മൾ ഈ മൂവിന്റെ ഫസ്റ്റ് വീഡിയോ എൻഡ് ചെയ്യുന്നു. ഇനി ശ്രീദേവിന്റെ ഈ സെക്കൻഡ് കേസ്, അതായത് ഇത്രയും ഡിഫിക്കൽട്ട് ആയ ശ്രീദേവിന്റെ മരണ കേസ് നായകൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുമോ? ഇതിലുണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ നോക്കാം. അപ്പൊ ഈ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ മൂവിന്റെ സെക്കൻഡ് വീഡിയോ എത്രയും വേഗം ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുക. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ.